ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. എന്തൊക്കെയുണ്ട് വിശേഷം? സുഖം തന്നെയല്ലേ? ഞാനിവിടെ സുഖമായിരിക്കുന്നു. ഞാൻ കുറച്ചായി വീഡിയോസൊക്കെ ഇട്ടിട്ട് കുറേ പേര് ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലൊക്കെ കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു എന്താ വീഡിയോസ് ഇടാത്തതെന്ന് പറഞ്ഞിട്ട്. ഞാനപ്പോൾ റംസാനൊക്കെ ആയപ്പോൾ കുറച്ചൊന്ന് ബിസി ആയിപ്പോയി. എന്തായാലും എനിക്ക് ഒരുപാട് സന്തോഷമായി. ഞാൻ വീഡിയോ ഇടാൻ ലേറ്റ് ആയപ്പോൾ ഒരുപാട് പേര് അന്വേഷിച്ചു വന്ന സമയത്ത് താങ്ക്സ് ഫോർ എവരി വൺ. ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് എൻ്റെ വ്യൂവേഴ്സിൻ്റെ ഒരു റിക്വസ്റ്റഡ് വീഡിയോ ആണ്. ഞാൻ നേരത്തെ ബനാനൻ്റെ ലീഫ് ഉപയോഗിച്ചിട്ട് ഒരു ഫ്ലവറിൻ്റെ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. നല്ല റെസ്പോൺസ് കിട്ടിയിട്ടുണ്ടായിരുന്നു. കുറേ പേര് കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അവർക്ക് ട്രൈ ചെയ്തിട്ട് അത് ശരിയാവുന്നില്ല, ഒന്നും കൂടെ ഒന്ന് അപ്ലോഡ് ചെയ്യുമെന്ന് ചോദിച്ചിട്ട്. അവരുടെ കമൻസാണ് ഞാൻ മേലെ തന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഈ ഒരു ഫ്ലവർ ഉണ്ടാക്കാൻ നമുക്ക് വേണ്ടത് നല്ല ഉണങ്ങിയിട്ടുള്ള ഒരു ബനാനൻ്റെ ഒരു ലീഫാണ്. ആ ലീഫ് എടുത്തിട്ട് നമ്മളിതൊന്ന് കീറിയെടുക്കുക. കീറിയെടുത്തതിന് ശേഷം നമ്മൾ സിസേഴ്സ് ഉപയോഗിച്ചിട്ട് ആ സൈഡിലുള്ള ആ ഒരു ലീഫിൻ്റെ ആ സൈഡിലുള്ള ഭാഗം ഒന്ന് നമ്മൾ കട്ട് ചെയ്ത് മാറ്റിയതിന് ശേഷം നമുക്ക് ആ ഒരു നടുക്കുള്ള ഒരു ഭാഗമാണ് വേണ്ടത്. എന്നിട്ട് നമ്മൾ കുറച്ച് പീസസ് ആക്കി കട്ട് ചെയ്തതിൻ്റെ ശേഷം നമ്മളതൊന്ന് ഒരു ബൗളിൽ കുറച്ച് വെള്ളം എടുത്തിട്ട് അതിലൊന്ന് കുതിർത്ത് വെക്കുകയാണ്. കുറച്ച് സമയം ഒന്നിങ്ങനെ ഡിപ്പ് ചെയ്ത് വെച്ചാൽ മതി. എന്നിട്ട് അത് കുറച്ച് കഴിയുമ്പം അതൊന്ന് സോഫ്റ്റ് ആവും. എന്നിട്ട് നമ്മൾ ആ വെള്ളത്തിൽ നിന്ന് അതെടുത്ത് മാറ്റിയിട്ടാണ് നമ്മൾ ഫ്ലവർ മേക്കിങ്ങിന് യൂസ് ചെയ്യുന്നത്. എന്നിട്ട് ആ ഒരു ലീഫിൻ്റെ പീസ് ജസ്റ്റ് ഒന്ന് പകുതിയാക്കി ഒന്ന് ഫോൾഡ് ചെയ്യാം. എന്നിട്ട് നമ്മൾ ഈ ഫ്ലവർ മേക്കിങ്ങിനൊക്കെ ഉപയോഗിക്കുന്ന ആ ഒരു കോപ്പർ വയർ ഇല്ലേ, ആ ഒരു കോപ്പർ വയറിൻ്റെ ഒരു പീസ് എടുത്തിട്ട് ആ ഒരു മടക്കി വെച്ച ആ ലീഫിൻ്റെ ഒരു സൈഡിൽ വെച്ചിട്ട് ആ കമ്പിയെ ചുറ്റി ഒന്നിങ്ങനെ റോൾ ചെയ്ത് കൊടുക്കാം. ആ റോൾ ചെയ്തിട്ട് ആ ഒരു ലീഫിൻ്റെ പീസ് കഴിയുന്ന സമയത്ത് റോൾ ചെയ്തതിൻ്റെ ശേഷം നമ്മൾ നൂലുപയോഗിച്ചിട്ടൊന്ന് കെട്ടിക്കൊടുക്കുകയാണ്. ഇനി ഇതിലേക്ക് നമ്മൾ അടുത്ത ഒരു പീസും കൂടെ വെച്ചിട്ടൊന്ന് റോൾ ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഈ ലീഫ് എടുക്കുന്ന സമയത്ത് ലീഫിൻ്റെ ഒരു ഭാഗം, ഫ്രണ്ട് ഭാഗം ഒരു നല്ല ഡാർക്ക് ഷെയ്ഡും ബാക്ക് സൈഡ് ഒരു ലൈറ്റ് ഷെയ്ഡും ആയിരിക്കും. ആ ഒരു ഡാർക്ക് ഷെയ്ഡാണ് കാണാൻ ഭംഗിയുള്ളത്. അപ്പോൾ ആ ഒരു ഭാഗം നോക്കി നമ്മൾ ഫോൾഡ് ചെയ്യാം. എന്നിട്ട് നമ്മൾ ഫോൾഡ് ചെയ്തിട്ട് അതിൻ്റെ ആ ഒരു ഗ്യാപ്പിലേക്ക് നമ്മൾ നേരത്തെ റോൾ ചെയ്ത് വെച്ചിട്ടുള്ളതിൻ്റെ ആ ഒരു എൻഡ് വെച്ചിട്ടാണ് ഇനി റോൾ ചെയ്യേണ്ടത്. ഇങ്ങനെ ചെയ്യുമ്പോൾ നല്ലൊരു കണ്ടിന്യൂഷൻ കിട്ടും ആ ഒരു ഫ്ലവറിന്. ഇനി ഇത് നമ്മളൊന്ന് നന്നായിട്ടൊന്ന് റോൾ ചെയ്ത് കൊടുക്കുകയാണ്. റോൾ ചെയ്യുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ജസ്റ്റ് ഇങ്ങനെ റോൾ ചെയ്യാതെ നമ്മൾ ഡ്രസ്സിനൊക്കെ പ്ലീറ്റ് ഇടുന്ന പോലെ നമ്മൾ ആ ഒരു കൈ കൊണ്ട് ലീഫിൻ്റെ ആ ഒരു താഴ്ഭാഗം പിടിച്ചിട്ട് നന്നായിട്ടൊന്ന് ചുരുട്ടിയാണ് കൊടുക്കേണ്ടത്. ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്തോട്ട് ഉള്ളിലോട്ട് വെച്ച് കൊടുത്തിട്ട് റോൾ ചെയ്യുക. അങ്ങനെ ചെറിയൊരു ഫ്ലീറ്റ് ഇടുന്ന പോലെ ഒന്ന് ചുരുട്ടി കൊടുത്താൽ നമുക്ക് മേലെ ഇങ്ങനെ ആ ഒരു ഫ്ലവറിൻ്റെ ആ ഒരു പോലെ ഷേപ്പിൽ കിട്ടും. നമ്മൾ ഈ ലീഫ് ഫോൾഡ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ജസ്റ്റ് ഇങ്ങനെ പ്രസ് ചെയ്യരുത്. അല്ലാതെ നമ്മളൊരു ബൾജ് ചെയ്ത് നിൽക്കുന്ന ആ ഒരു രീതിയിലാവുമ്പോഴാണ് നമ്മൾ ഫോൾഡ് ചെയ്യുമ്പോൾ നല്ല ഭംഗി കിട്ടുക റോൾ ചെയ്യുന്ന സമയത്ത്. ഇങ്ങനെ ലെഫ്റ്റ് ഹാൻഡ് യൂസ് ചെയ്തിട്ട് നമ്മളിങ്ങനെ ജസ്റ്റ് ഒന്ന് ഉള്ളോട്ടാക്കി വെച്ചിട്ട് പിന്നെ നമ്മളൊന്ന് ജസ്റ്റ് ആ ഒരു ഫ്ലവർ ഒന്ന് ഫോൾഡ് ചെയ്യുക. വീണ്ടും ഇതുപോലെ നമ്മൾ ജസ്റ്റ് ചെറിയൊരു ഫ്ലീറ്റ് ഇട്ടിട്ട് പിന്നെ ഒന്ന് റോൾ ചെയ്ത് കൊടുക്കുക. അങ്ങനെ ചെയ്യുമ്പോൾ നല്ലൊരു ഷേപ്പിൽ കിട്ടും. നമുക്ക് ആദ്യം അത് ചെയ്യുന്ന സമയത്ത് ഒരു പെർഫെക്റ്റ് അല്ലാത്ത പോലെ തോന്നും. അത് 2-3 പ്രാവശ്യം ഒന്ന് റോൾ ചെയ്താൽ നമുക്കത് നല്ലൊരു ഷേപ്പിൽ തന്നെ ആയി കിട്ടും. ഇനി ഞാനിതൊന്ന് കെട്ടിക്കൊടുക്കുകയാണ്. ആദ്യം നമ്മൾ വലത്തെ കൈയിലേക്ക് ആ ഒരു നൂലെടുത്തിട്ട് ഒന്ന് 2 പ്രാവശ്യം ചുറ്റിയിട്ട് ആ ഫ്ലവറിലേക്ക് ഒന്ന് എടുക്കുക. എന്നിട്ടൊന്ന് വലിച്ചു കഴിഞ്ഞാൽ ശരിക്കും നല്ല ടൈറ്റായിട്ട് കെട്ടാൻ പറ്റും. നമ്മൾ ഹാൻഡ് എംബ്രോയ്ഡറി ചെയ്യുന്ന സമയത്തൊക്കെ ഈ ഒരു രീതിയിലാണ് കെട്ടുക. ഇനി ഞാൻ ഒരു ഫ്ലവറും കൂടെ ഒന്ന് ചെയ്ത് കാണിക്കുകയാണ്. അപ്പോൾ ഒരു ലീഫിൻ്റെ ആ ഒരു പീസ് എടുത്തിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് ഫോൾഡ് ചെയ്തിട്ട് ഒരു കമ്പിൻ്റെ ഒരു പീസ് എടുത്ത് അതിൻ്റെ ഒരു അറ്റം ജസ്റ്റ് ഒന്ന് മടക്കുക. എന്നിട്ട് ഈ ഒരു ഫോൾഡ് ചെയ്ത ആ ഒരു ലീഫിൻ്റെ ഒരു സൈഡിൽ വെച്ചിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് റോൾ ചെയ്ത് കൊടുക്കുകയാണ്. ഫസ്റ്റ് റോൾ ചെയ്യാൻ ഉപയോഗിക്കുന്ന ആ ഒരു ലീഫിൻ്റെ പീസ് അത്ര ചുളിവുകളില്ലാത്ത പീസായാലും മതി, കുഴപ്പമില്ല. കാരണം ആ ഒരു പൂവിൻ്റെ നടുക്ക് ഇങ്ങനെ ഒരുപാട് ഒരു കൂടിയിരിക്കുന്ന ഒരു ഭാഗം ഉണ്ടാവുമല്ലോ, ആ ഒരു രീതിയിൽ കിട്ടും. എന്നിട്ട് അത് നമ്മൾ നന്നായിട്ടൊന്ന് ഫോൾഡ് ചെയ്ത് ടൈറ്റായിട്ട് തന്നെ ഒന്ന് ഫോൾഡ് ചെയ്യാം. ചുളിവുകളില്ലാതെ നല്ല ടൈറ്റായിട്ടൊന്ന് ഫോൾഡ് ചെയ്തിട്ട് ഒന്ന് നമ്മൾ നേരത്തെ ചെയ്ത പോലെ ഒന്ന് കെട്ടി കൊടുക്കുകയാണ്. നമ്മൾ അടുത്തൊരു പീസ് എടുത്തിട്ട് റോൾ ചെയ്യാൻ പോവാണ്. അത് ഞാനിതുപോലെ നല്ല പ്രസ്സായിട്ട് മടക്കി കഴിഞ്ഞിട്ട് റോൾ ചെയ്താൽ നമുക്ക് കാണാൻ പറ്റും അവിടെ ഇങ്ങനെ ജസ്റ്റ് ഒരു ഷേപ്പ് കിട്ടില്ല, ഒരു റൗണ്ട് ഷേപ്പ് കിട്ടില്ല. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ജസ്റ്റ് ഇങ്ങനെ പ്രസ് ചെയ്യാതെ അതിൻ്റെ താഴ്ഭാഗം പിടിക്കുക. അപ്പോൾ അവിടെ ഇങ്ങനെ ഒരു റൗണ്ടായിട്ട് നിൽക്കുമല്ലോ, അങ്ങനെ വെച്ചിട്ട് ഇതേപോലെ ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുത്താൽ നമുക്ക് ആ ഒരു ഫ്ലവറിന് നല്ല ഭംഗി കിട്ടുക. അപ്പോൾ നമുക്ക് അതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്യാം. അപ്പോൾ ഞാൻ ആ ഒരു പീസ് എടുത്തിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് മടക്കി ജസ്റ്റ് ഒന്ന് മടക്കി, മേലെ അത് പ്രസ് ചെയ്തിട്ടില്ല,
എന്നിട്ട് ആ ഒരു ഗ്യാപ്പിലേക്ക് നേരത്തെ നമ്മൾ ചെയ്തതിൻ്റെ ആ ഒരു എൻഡ് വെച്ചിട്ട് ഒന്ന് റോൾ ചെയ്ത് കൊടുക്കുകയാണ്. ഞാനപ്പം ആ ഒരു ലീഫിൻ്റെ താഴെ ഭാഗമാണ് ജസ്റ്റ് ഇങ്ങനെ ഫോൾഡ് ചെയ്യുന്നത്. മേലെ പിടിച്ചിട്ട് നമ്മൾ ചുരുട്ടരുത്. അപ്പോൾ ആ മേലുള്ള ഒരു ഭാഗം ഒരു പ്രസ്സായി പോകുമ്പോൾ ഒരു കറക്റ്റ് ഷേപ്പ് കിട്ടില്ല. അപ്പോൾ കണ്ടില്ലേ, ഞാൻ ആ ഒരു കൈ കൊണ്ട് ജസ്റ്റ് ഇങ്ങനെ ഫോൾഡ് ചെയ്ത് കൊടുത്തിട്ട് ആ മറ്റേ കൈ കൊണ്ട് ഒന്ന് ചുരുട്ടി കൊടുക്കുകയാണ്. അപ്പോൾ നമുക്ക് മേലെ ഭാഗം ഒന്ന് മടങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ ജസ്റ്റ് ഒന്ന് അവിടെ റോൾ ആവുന്ന രീതിയിലൊന്ന് ആക്കി കൊടുക്കുക. നമ്മൾ ഇതിന് ലീഫ് എടുക്കുന്ന സമയത്ത് മാക്സിമം നല്ല ചുളിവുകളുള്ള ആ ഒരു ലീഫ് നോക്കി എടുത്തു കഴിഞ്ഞാൽ നമുക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ ചെയ്യാൻ പറ്റും. നമ്മൾ ഫസ്റ്റ് റോൾ ചെയ്യുമ്പോൾ അത്ര ചുളിവുകളുള്ള പേപ്പർ ലീഫ് വേണമെന്നില്ല. ഈ ഒരു ഫ്ലവർ ഞാൻ ഉണ്ടാക്കിയത് അധികം ചുളിവുകളില്ലാത്ത ആ ഒരു ലീഫ് ഉപയോഗിച്ചിട്ടാണ്. അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ആ ഒരു വ്യത്യാസം കാണാൻ പറ്റും. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു ലീഫ് ചൂസ് ചെയ്തത്. അധികം ചുളിവൊന്നുമില്ല. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ അതിനൊരു വേറൊരു ഷേപ്പായിരിക്കും കിട്ടുക. മേലെ ഇങ്ങനെ മടക്കുള്ള, ഇത് നല്ല ചുളിവുകളുള്ളതുകൊണ്ട് മേലെ ഒരു ചുരുണ്ടിരിക്കും. അപ്പോൾ അതാണ് ആ ഒരു വ്യത്യാസം കാണാം. അപ്പോൾ നിങ്ങളത് നോക്കി ഇല ചൂസ് ചെയ്താൽ മതി. ഞാനപ്പോൾ ഇതിന് കുറച്ച് മൊട്ടും കൂടെ ഉണ്ടാക്കിയിട്ടുണ്ട്. കാരണം നേരത്തെ നമ്മൾ ഫ്ലവർ മാത്രം ചെയ്തിട്ടൊരു വീഡിയോ ഇട്ടിട്ടുണ്ടല്ലോ. അപ്പോൾ ആ സെയിം വേണ്ടാന്ന് വിചാരിച്ചിട്ടാണ് കുറച്ചൊരു മൊട്ടും കൂടെ ഒന്ന് ഇതിൽ ചെയ്യുന്നത്. അപ്പോൾ അതെങ്ങനെ ചെയ്യാൻ നോക്കാം. അപ്പം നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ആ ഒരു ലീഫ് നമ്മൾ വെള്ളത്തിലിട്ട് അതെടുത്തതിന് ശേഷം ഇതുപോലെ ഈ ഒരു നീളത്തിലാണ് നമ്മൾ ഒരു പീസ് കട്ട് ചെയ്യേണ്ടത്. ഈ ഒരു ഷേപ്പിൽ, അത് ഇങ്ങനെ ഇങ്ങോട്ട് കട്ട് ചെയ്യാൻ പാടില്ല. അതാകുമ്പം നമുക്ക് ആ കറക്റ്റ് വിചാരിച്ച പോലെ ചുരുട്ടാനൊന്നും കഴിയില്ല. അപ്പോൾ ഈ രീതിയിൽ ഞാനൊരു പീസ് കട്ട് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് അതിൻ്റെ ആ ഒരു നടുക്കുള്ള ഒരു ഭാഗം പിടിച്ചിട്ട് നമ്മൾ ജസ്റ്റ് ആ ഒരു മിഠായിക്കൊക്കെ നമ്മൾ സൈഡിൽ ചെയ്യില്ല, അതുപോലെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കുക. ഇപ്പം നമ്മൾ ആ ഒരു ലീഫിൻ്റെ ആ ഒരു പീസ് എടുത്തിട്ട് പകുതിയാക്കിയിട്ട് അവിടെ നമ്മൾ രണ്ട് സൈഡിലോട്ടൊന്ന് നമ്മൾ ഈ കയറൊക്കെ പിരിക്കില്ലേ, അതുപോലെ ജസ്റ്റ് ഒന്ന് 2-3 പ്രാവശ്യം ഒന്ന് പിരിച്ച് വെച്ചിട്ടുണ്ട്. നമ്മളതൊന്ന് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് വെക്കണം. അല്ലെങ്കിൽ നമ്മളത് വിട്ട് കഴിഞ്ഞാൽ നേരെ പഴയ പോലെ തന്നെ ആവുമല്ലോ, നമ്മൾ കെട്ടിയിട്ടൊന്നും ഇല്ലല്ലോ. അപ്പോൾ എന്നിട്ട് നമ്മളത് പിടിച്ചതിൻ്റെ ശേഷം ഞാനൊരു കവറിൻ്റെ ഒരു പീസാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഒരു കവറോ അല്ലെങ്കിൽ സ്പോഞ്ചിൻ്റെ ഒരു പീസ് അല്ലെങ്കിൽ പഴയ ഫാബ്രിക്കോ അല്ലെങ്കിൽ എന്തെങ്കിലും ടിഷ്യൂ പേപ്പറോ അങ്ങനെ എന്തെങ്കിലും എടുത്തിട്ട് ചെറിയൊരു കുഞ്ഞു ബോൾ പോലെ ഒന്ന് നന്നായിട്ടൊന്ന് ചുരുട്ടി കൊടുക്കുക. എന്നിട്ട് ആ ഒരു ബോൾ പോലെ ആക്കിയിട്ട് നമ്മൾ ആ ഒരു ചുരുട്ടി വെച്ചില്ല അതിൻ്റെ താഴെ ഭാഗം അവിടെ വെച്ചിട്ട് എന്നിട്ട് നമ്മൾ ആ ഒരു മേലുള്ള ഭാഗം ഒന്ന് ചുരുട്ടി കൊടുക്കുകയാണ്. അപ്പോൾ നമ്മൾ നേരത്തെ ചുരുട്ടി വെച്ചാണെങ്കിൽ ആ ചുരുട്ടിയ ഭാഗം വെച്ചിട്ട് ഒന്ന് താഴോട്ടൊന്ന് ഇതുപോലെ ഒന്ന് ചെയ്താൽ മതി. എന്നിട്ട് നമ്മൾ ആ ഒരു മൊട്ടിൻ്റെ ഷേപ്പിലാക്കി നമ്മളൊന്ന് ഷേപ്പാക്കിയതിൻ്റെ ശേഷം നമ്മളൊരു നൂല് ഉപയോഗിച്ചിട്ടൊന്ന് കെട്ടിക്കൊടുക്കുക. നമ്മൾ ആ ഒരു കോട്ടൺ എന്തെങ്കിലും ഉപയോഗിച്ചിട്ടുള്ള ഒരു ബോൾ ഉണ്ടാക്കിയില്ലേ, ആ ബോൾ നമ്മൾ ഇതിൻ്റെ ആ ഒരു പീസ് വെച്ചിട്ടൊന്ന് 2 സൈഡിലൊന്ന് കവർ ചെയ്താൽ മതി. അപ്പോൾ ഞാൻ ഒന്നും കൂടെ ഒന്ന് കാണിക്കുകയാണ്. ഇതുപോലെ ഒരു പീസ് എടുക്കുക. എന്നിട്ട് ഒരു കവറോ എന്തെങ്കിലും എടുത്തിട്ട് ഒരു ചെറിയൊരു നമുക്ക് ആ ഒരു മൊട്ടിന് എത്ര ഷേപ്പാണോ വലുപ്പമാണോ വേണ്ടത് അത്ര ആ ഒരു രീതിയിലുള്ള ഒരു ബോൾ ഉണ്ടാക്കുക. എന്നിട്ട് ഇതിൻ്റെ ആ ഒരു ലീഫിൻ്റെ ഒരു പകുതിയായിട്ടുള്ള ഒരു ഭാഗത്ത് വെച്ചിട്ട് ഒരു ഇടത്തെ കൈ കൊണ്ട് ജസ്റ്റ് ഒന്ന് നമ്മൾ പ്രസ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് മേലുള്ള ഭാഗം ഒന്ന് തിരിച്ചു കൊടുക്കുക. എന്നിട്ട് തിരിച്ചു കൊടുത്തിട്ട് അതിൻ്റെ ആ ഒരു ചുളിവില്ലാത്ത ഒരു ഭാഗമില്ല, ആ ഭാഗം വെച്ചിട്ടൊന്ന് കവർ ചെയ്യാം. അപ്പോൾ അതിൻ്റെ ബാക്ക് സൈഡിലും ഫ്രണ്ട് സൈഡിലും ആയിട്ട് നമ്മൾ ആ ലീഫ് കവർ ചെയ്യാണ് നമ്മൾ ആ ഒരു കവറിൻ്റെ ആ ഒരു ബോളിന്. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ ആ ഒരു മൊട്ടുണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ ഞാനിങ്ങനെ ഒരു 3-4 ഫ്ലവറും അതുപോലെ കുറച്ച് മൊട്ടൊക്കെ ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ ആ ഒരു ഫ്ലവർ ടേപ്പ് യൂസ് ചെയ്തിട്ട് ഞാനിതൊന്ന് കൂട്ടി ഒരു ബണ്ടിലാക്കുകയാണ്. അപ്പോൾ ഞാൻ അതിനൊരു കോപ്പർ വയറിൻ്റെ ഒരു പീസ് എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഏറ്റവും ടിപ്പിൽ ഞാൻ ഒരു മുട്ട എടുത്തിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് ആ ഒരു കമ്പി ഒന്ന് വെച്ചിട്ട് ഒന്ന് കോർത്തതിൻ്റെ ശേഷം ജസ്റ്റ് ഒന്ന് നൂല് ഉപയോഗിച്ചിട്ടൊന്ന് നന്നായിട്ടൊന്ന് കെട്ടിക്കൊടുക്കുകയാണ്. എന്നിട്ട് ഞാൻ ഈ ഫ്ലവർ ടേപ്പ് യൂസ് ചെയ്തിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് ചുറ്റി കൊടുക്കുകയാണ്. അപ്പോൾ എൻ്റെ കയ്യിൽ ഈ ഒരു ഗ്രീൻ കളറ് ഫ്ലവർ ടേപ്പേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ബ്രൗണോ അങ്ങനെ എന്തെങ്കിലും കിട്ടുകയാണെങ്കിൽ നല്ല മാച്ചിങ് ആയിരിക്കും ഈ ഒരു ബനാനൻ്റെ ആ ഒരു ലീഫിന്. ഞാൻ ആദ്യം ആ ഒരു നമ്മൾ ചെയ്ത് വെച്ചിട്ടുള്ള ആ ഒരു മൊട്ടിന് എല്ലാത്തിനും ഞാൻ ആ ഒരു ഫ്ലവർ ടേപ്പ് ചുറ്റി ഒന്ന് റെഡിയാക്കി എടുക്കുകയാണ്. എന്നിട്ട് അതിൻ്റെ ഞാനൊന്ന് ആ ഒരു മേലെ നമ്മൾ ആദ്യം ഒരു മൊട്ട് വെച്ചിട്ടൊന്ന് കെട്ടിയല്ലോ, അതിന് ശേഷം അതിൻ്റെ തൊട്ട് താഴെ ഒരു ചെറിയൊരു മൊട്ടും കൂടി എടുത്തിട്ടൊന്ന് കൂട്ടി യോജിപ്പിക്കുകയാണ്. അപ്പോൾ നമ്മൾ സാധാരണ ആ ഒരു ഫ്ലവറിൻ്റെ ആ ഒരു ബണ്ടിലിനൊക്കെ മേലെ ഒരു മൊട്ടും പിന്നെ കുറച്ചും കൂടെ ഒന്ന് വിരിയാനായ പൂവ് അങ്ങനെ ഒരു രീതിയിലാണല്ലോ. അപ്പോൾ നമ്മളതങ്ങനെ ഒന്ന് അറേഞ്ച് ചെയ്താൽ മതി.
അപ്പോൾ ഈ ഒരു ഫ്ലവറിന് നമ്മൾ ഈ ചുരുട്ടിയെടുത്ത് കുറച്ച് നല്ലൊരു അത്യാവശ്യം ഒരു റോളുണ്ടല്ലോ, അപ്പോൾ ആ ഒരു വണ്ണം ഉണ്ടാകുമ്പോൾ നമുക്കത് ഫ്ലവർ ടേപ്പ് ചുറ്റിയാൽ ഒരു ഫിനിഷിങ് കിട്ടില്ല. അപ്പോൾ കുറച്ച് ഭാഗമൊക്കെ നമ്മളൊന്ന് സിസേഴ്സ് ഉപയോഗിച്ചിട്ടൊന്ന് കട്ട് ചെയ്യാം. എന്നിട്ട് ഞാൻ ആ എല്ലാ ഫ്ലവറിനും ഇതുപോലെ ഒന്ന് ഫ്ലവർ ടേപ്പ് ചുറ്റി ഒന്ന് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നേരത്തെ ആ ഒരു ഇതിൽ 2 മുട്ടാണ് നമ്മൾ അറേഞ്ച് ചെയ്തത്. ഇനി അതിൻ്റെ താഴെ ഞാനൊരു ഫ്ലവർ പിന്നെ കുറച്ച് മുട്ട് അങ്ങനെ രീതിയിലൊന്ന് അറേഞ്ച് ചെയ്യാണ്. ഞാൻ നേരത്തെ ഈ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞല്ലോ, അപ്പോൾ അത് ഞാൻ നന്നായിട്ട് കളറൊക്കെ അടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് കളർ അടിക്കണമെങ്കിൽ അടിക്കാം. അപ്പോൾ കളർ അടിക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ലീഫ് നമ്മൾ വെള്ളത്തിൽ കുതിർത്ത് വെച്ചല്ലേ, അപ്പോൾ അതൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് ഡ്രൈ ആയതിന് ശേഷം മാത്രം കളർ ചെയ്യാം. അല്ലെങ്കിൽ ആകെ സ്പ്രെഡായിട്ട് അതോ ആകെ വൃത്തികേടായി പോവും. അപ്പോൾ ഞാൻ കളർ അടിക്കാതെ ആ ഒരു നാച്ചുറൽ ലുക്കിൽ തന്നെയാണ് ഇത് വെക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ആ ഒരു ബണ്ടിൽ കുറേ ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ ഫ്ലവർ വേസിലൊക്കെ വെച്ചാൽ നല്ല ഭംഗിയുണ്ടാവും. ഇത് പെട്ടെന്നൊന്നും ചീത്താവൊന്നുമില്ല, കുറേ കാലം നിൽക്കും. ഞാനിപ്പോൾ ചെയ്ത് വെച്ചിട്ട് കുറേ ആയി, ഇതുവരെ ഒന്നും ചീത്തായിട്ടൊന്നുമില്ല, വാർണിഷും ഒന്നും അടിച്ചിട്ടില്ല. കമ്പത്തിൻ്റെ തൊലി ഉപയോഗിച്ചിട്ട് ഞാൻ ഇതുപോലെ ഒരു ഫ്ലവർ ചെയ്ത് വെച്ചിട്ട് ഒരു 3 വർഷത്തിലേറെയായി, ഇതുവരെ ചീത്തായിട്ടൊന്നുമില്ല. അതിന് ട്യൂട്ടോറിയൽ വേണമെന്നുണ്ടെങ്കിൽ ആരെങ്കിലും കമൻറ്റ് ചെയ്താലും ഞാൻ അതിൻ്റെ വീഡിയോ ഇടാം. ഇനി ടെസ്റ്റിമോണൽസ് ആണ്. ജിഷ സന്തോഷ് അയച്ചു തന്നതാണ്. മുളകിൻ്റെ തണ്ടും ടിഷ്യൂ പേപ്പറും ഉപയോഗിച്ചിട്ടുള്ള ആ ഒരു ഫ്ലവറാണ് ട്രൈ ചെയ്തിരിക്കുന്നത്. അതുപോലെ പിസ്തയുടെ ഷെല്ല് ഉപയോഗിച്ചിട്ട് ഞാനൊരു ബോട്ടിലായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു, അതും അയച്ചു തന്നിട്ടുണ്ട്. നല്ല ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ കാലിക്കറ്റുള്ള ഹഫ്ലിന അയച്ചു തന്നതാണ്. ക്യാരി ബാഗ് യൂസ് ചെയ്തിട്ടുള്ള ഒരു ഫ്ലവർ ട്രൈ ചെയ്തിട്ടുണ്ട്. അതുപോലെ ടിഷ്യൂ പേപ്പറും മുളകിൻ്റെ തണ്ട് യൂസ് ചെയ്തിട്ടുള്ള അതും ട്രൈ ചെയ്തിട്ടുണ്ട്. നല്ല ഭംഗിയായിട്ട് ബോട്ടിലൊക്കെ ഡെക്കറേറ്റ് ചെയ്ത് അയച്ചു തന്നിട്ടുണ്ട്. അതുപോലെ അഫ്സീന അയച്ചു തന്നത് കാൻഡിൽ ഫ്ലവർ ട്രൈ ചെയ്തിട്ടാണ്, നല്ല ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ വാട്ടർമെലിൻ്റെ സീഡ് യൂസ് ചെയ്തിട്ട് ഞാനൊരു ബോട്ടിലായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു, അതും ട്രൈ ചെയ്ത് അയച്ചു തന്നിട്ടുണ്ട്. അതുകൊണ്ട് ഫ്ലവേഴ്സൊക്കെ ഉണ്ടാക്കിയിട്ട് അതും അയച്ചു തന്നിട്ടുണ്ട്. നല്ല ഭംഗിയായിട്ടെല്ലാം ചെയ്തിട്ടുണ്ട്. അതുപോലെ മിന മെഹർ അയച്ചു തന്നത് പിസ്തയുടെ ഷെല്ല് യൂസ് ചെയ്തിട്ട് ആ ഒരു സ്ട്രോബെറിയുടെ ട്രൈ ചെയ്തിട്ടാണ്, നല്ല രസമായിട്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ ബ്രൂം സ്റ്റിക്ക് റീയൂസ് ചെയ്യുന്ന ആ ഒരു ക്രാഫ്റ്റും ട്രൈ ചെയ്ത് അയച്ചു തന്നിട്ടുണ്ട്. പിന്നെ മത്തൻ്റെ സീഡ് ഉപയോഗിച്ചിട്ട് ഞാനൊരു ബോട്ടിലായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു, അത് നല്ല രസമായിട്ട് നല്ലൊരു ബ്ലൂ കളറൊക്കെ അടിച്ച് നല്ല ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ കാൻഡിൽ ഫ്ലവർ ട്രൈ ചെയ്തു അയച്ചു തന്നിട്ടുണ്ട്, എല്ലാം നല്ല ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ എൻ്റെ ഒരു വ്യൂവർ അയച്ചു തന്നതാണ്, ഓൾഡ് ഫാബ്രിക് യൂസ് ചെയ്തിട്ട് ഒരു ഡെക്കോ പേജ് ചെയ്തതാണ്, നല്ല രസമായിട്ട് ചെയ്തിട്ടുണ്ട്. എനിക്കിത് ആരാ ചെയ്തതെന്നുള്ളതിൻ്റെ ആ ഒരു പേര് എൻ്റെ കയ്യിൽ നിന്ന് മിസ്സായിപ്പോയി. ഒരു സോറി പറയാണ്. ഇത് ആരാന്നുള്ളതൊന്ന് വീഡിയോ കാണുകയാണെങ്കിൽ ആ വീഡിയോൻ്റെ താഴെ ഒന്ന് കമൻറ്റ് ചെയ്യുക, എന്നാൽ ഞാൻ നെക്സ്റ്റ് വീഡിയോയിൽ എന്തായാലും ഒന്ന് ഉൾപ്പെടുത്തുന്നതായിരിക്കും. ഇനിയും കുറേ പേര് അയച്ചു തന്നിട്ടുണ്ട്, അപ്പോൾ ഒരുപാട് ഫോട്ടോസ് ഉണ്ട്. അപ്പോൾ അതെല്ലാം കൂടി ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ വീഡിയോൻ്റെ ലെങ്ത്ത് കൂടുന്നു വിചാരിച്ചിട്ടാണ്. നെക്സ്റ്റ് വീഡിയോ എന്തായാലും ഞാൻ ഉൾപ്പെടുത്താം, ആരും പിണങ്ങരുതേ. ഇൻസ്റ്റാഗ്രാമിൻ്റെ സ്ക്രീൻഷോട്ടാണ് ഞാനിവിടെ തന്നിരിക്കുന്നത്. ഇൻസ്റ്റാഗ്രാമിലേക്കാണ് നിങ്ങൾ ട്രൈ ചെയ്തിട്ടുള്ള പിക്ചേഴ്സൊക്കെ അയച്ചു തരേണ്ടത്. അതുപോലെ ഇൻസ്റ്റാഗ്രാമും ഫേസ്ബുക്കും ഒക്കെ ഒന്ന് ഫോളോ ചെയ്യാത്തവർ ഫോളോ ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണേ.